ഒരു 9 മണിയൊക്കെ ആയപ്പം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുള്ള വരവാണ്. വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സുഖമായിട്ട് കിടന്ന് കുറേ നേരം കിടന്നുറങ്ങും. വീട്ടിൽ വരുന്നത് റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനും ഒക്കെയാണ്, വെറുതെ ഫ്രീ ആയി ഇരിക്കാനൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീട്ടിലേക്ക് വന്നതായിരുന്നേ. അപ്പം ഇതാ ഒരാഴ്ച ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു, ഒരു മാസം മുന്നേ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു, ഞാനങ്ങനെ ഫോൺ എൻ്റെ കേടായിരുന്നു. അപ്പം വീണ്ടും വന്നപ്പോൾ 2 ദിവസം നിന്നിട്ട് വേഗം തന്നെ പോകും നമ്മൾ തിരിച്ച്. അപ്പം ഒരു ദിവസം അവിടെ ഇവിടെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ 9 മണി 9:30 എങ്ങാണ്ടായി എഴുന്നേറ്റപ്പം പിള്ളേരൊക്കെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കട്ടൻ ചായ കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ അമ്മ. അപ്പോൾ അതിന് എന്തൊക്കെയോ ഞാൻ പറയുവാണേ. എന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്തൊക്കെയോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ദോശയും ചമ്മന്തിയാന്ന് തോന്നുന്നു കഴിച്ചത്, ഞാനിപ്പോൾ ഓർക്കുന്നില്ലേ. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം കുപ്പിക്കകത്താക്കി വെക്കും. ഇവിടെ ആരും തിളപ്പിച്ച വെള്ളമൊന്നും കുടിക്കുകയില്ല, ഞാൻ പക്ഷേ തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ, ഞാനും പിള്ളേരും. അപ്പോൾ തിളപ്പിച്ചിട്ട് ഇങ്ങനെ കുപ്പിക്കകത്താക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുക. വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് വയറുവേദനയൊക്കെ വരും. അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ കാണുന്നത്. അപ്പോൾ അമ്മയുടെ കറ്റാർ വാഴയൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ അമ്മയ്ക്ക് ചെറിയൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട്, അതിൽ കുറേ റോസാപ്പൂവൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തൊക്കെ നമ്മുടെ വീടിൻ്റെ അപ്പുറമൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക, അവരുടെ വീടിൻ്റെയൊക്കെ കേട്ടോ. പിന്നെ വീടിൻ്റെ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മല്ലീശ്വരം മൂടി നന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ഇങ്ങനെ നോക്കി കാണിച്ചത്. ഇവിടെ വിളക്ക് വെക്കുമ്പോൾ ശിവരാത്രിക്ക് നന്നായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമേ. അപ്പോൾ ഇത് ഇടയ്ക്ക് മാത്രമേ കാണത്തുള്ളൂ, കാരണം ഇങ്ങനെ മേഘം വന്ന് മൂടി ഇങ്ങനെ പോകും. പിന്നെ എനിക്ക് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടും എനിക്കങ്ങോട്ട് ഉറക്കം മാറുന്നില്ലേ. അപ്പം ഞാൻ വീണ്ടും പിള്ളേരെയൊക്കെ കൂട്ടിപ്പെറുക്കി അവിടെ പോയി കിടക്കുവാണ്. അപ്പോൾ പിള്ളേർ കച്ചറ കൂടുമ്പോൾ കുഞ്ഞാമീത്ത കിടന്ന് കരയുവാണ്. ചുമ്മാ കിടന്ന് കരയുന്നത്, ഇങ്ങനെ തോണ്ടി കൊടുക്കുമ്പോൾ വെറുതെ ഇങ്ങനെ തോണ്ടുമ്പോഴത്തേക്ക് അവൾ കിടന്ന് ചുമ്മാ അങ്ങ് കരയാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും എഴുന്നേറ്റ് വന്നു. അപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി തോന്നി, ഞാൻ എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഞാൻ അട്ടപ്പാടി വന്നു കഴിഞ്ഞാൽ മാത്രം കാണുന്നൊരു പ്രത്യേകതരം ഗ്ലോയാണ് എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അട്ടപ്പാടി വന്നിട്ട് നിറമൊക്കെ കൂടുതൽ വെക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ എൻ്റെ കാര്യം. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് നന്നായിട്ടുണ്ട്, കാരണം അമ്മ കൂടെ ഉള്ളതുകൊണ്ട് ഫുഡൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ വീഡിയോയ്ക്കകത്ത് എല്ലാവരും പറയും നല്ല ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, നീ എന്നിട്ട് തന്നെ ഇങ്ങനെ മെലിഞ്ഞ് തൊലിഞ്ഞിരിക്കുന്നതെന്ന്. പക്ഷേ ആ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഞാൻ അപ്പോൾ കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ, പിന്നെ ഞാൻ കഴിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥമായ സത്യം. അപ്പോൾ ഭക്ഷണം കഴിക്കൽ കുറയുമ്പോഴാണ് ഞാൻ ഈ ക്ഷീണിച്ച് പോകുന്നത്. ഇനിയിപ്പോൾ പിള്ളേരെ അമ്മ പോയി കഴിയുമ്പോൾ ഈ പിള്ളേരെ സ്കൂളിൽ വിടലായി, പിള്ളേരെ പുറകിന് ഓട്ടായി, അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കണക്കായിരിക്കും. അപ്പോൾ അമ്മ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കൂടെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പച്ചയാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയുണ്ടെങ്കിൽ ഞാൻ ഒരാഴ്ച കൊണ്ട് ഭയങ്കര തടിച്ചായി പോകും, പിന്നെ ലാസ്റ്റ് തടിച്ചായി എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇതേ മല്ലീശ്വരമുടിയുടെ അവിടെ നിന്നുള്ള നമ്മുടെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർ കുറേ നേരമായിട്ട് തുണിയും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് പുഴയിൽ കുളിക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട്. അട്ടപ്പാടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്പോൾ പുഴയിൽ കുളിക്കാൻ വേണ്ടി പോകണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ 2 പേർക്കും എണ്ണയൊക്കെ തേച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെ ചെറുക്കിനുള്ള എസ്സക്കുട്ടനുള്ള ഡ്രസ്സൊക്കെ തപ്പിപ്പിടുക്കി എടുത്തുകൊണ്ട് വരികയാണ്. ഇപ്പം ഞാൻ എല്ലാ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ കുളിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഴയിൽ പോയി കുളിക്കുന്നത്. നീന്താനൊന്നും അറിയാൻ പാടില്ല, എന്നാലും പോയി കുളിക്കും കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ പുഴയിൽ കുളിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ കുളിക്കുകയെ. പക്ഷേ ഇന്ന് ഞാൻ എന്തോ എനിക്കൊരു സുഖം തോന്നിയില്ല. ഒന്നാമത് വേനൽക്കാലം മാറി ഇപ്പം മഴക്കാലം ആയല്ലോ, അപ്പോൾ എനിക്ക് എന്തോ ഒരു ക്ഷീണം, പനി വരാനാണോ എന്നൊന്നും അറിയത്തില്ല, എന്തോ ഞാൻ അപ്പോൾ കുളിച്ചില്ല. അപ്പോൾ പിള്ളേരെ കുളിപ്പിക്കാനായിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തൊക്കെ പണി നടക്കുന്ന കാരണം ഈ മണ്ണാണ് മൊത്തം ചുറ്റോട് ചുറ്റേ. അപ്പോൾ ഓരോരുത്തർ നമ്മൾ കുളിക്കാൻ ചെന്നപ്പോഴത്തേക്കും എന്താ സാധനങ്ങളും തുണി അലക്കാനുള്ളതൊക്കെ എടുത്ത് ബക്കറ്റിൽ തൂക്കി പിടിച്ച് പോകുന്നുണ്ടായിരുന്നേ. അപ്പം ഞാനും പിള്ളേരെ കാണാൻ പോലില്ല, റോഡിലേക്ക് ഇറങ്ങിയത് അവർ വേഗം ക്രോസ് ചെയ്ത് ഓടി അപ്പുറത്തൊക്കെ എത്തിയേ. അപ്പം നമ്മുടെ കുളിക്കടവിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള പട്ടിയാണ്, 2 എണ്ണങ്ങളെ വളർത്തുന്നൊന്നുമല്ല, അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന. അവർ നമ്മുടെ കൂടെ എപ്പോൾ പുഴയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ വരും, എന്നിട്ട് അവിടെ കാവലിരിക്കുന്നിട്ട് നമ്മുടെ കൂടെ തിരിച്ച് വരും. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മളോട് പറഞ്ഞിങ്ങനെ ഒരു പ്രത്യേകതരം സൗണ്ട് ഉണ്ടാക്കും, പിള്ളേർ കൂടെ ഉള്ളതുകൊണ്ട്. അതിന് നന്നായിട്ട് അതിങ്ങനെ കെയർ ചെയ്തുകൊണ്ട് പോകുന്ന പട്ടിയാണ് കേട്ടോ. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് കുളിയും തന്നെയൊക്കെ കഴിഞ്ഞ് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവർക്ക് ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ട്. കുളിയൊക്കെ കഴിഞ്ഞ് അവർ കയറി പോവുകയാണെങ്കിൽ ഞാനൊന്നും കുളിച്ചൊന്നുമില്ല, ഞാൻ ചുമ്മാ കൂട്ടുപോയതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അട്ടപ്പാടിയിലെ വിശേഷം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് കയറി പോവുകയാണേ. അപ്പം കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഇവിടെ മാത്രം ക്ഷീണമൊക്കെ ആയിട്ട് ഉറക്കമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ വന്നതല്ലേ, ഒന്ന് ജസ്റ്റ് കുറച്ച് എടുത്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ അട്ടപ്പാടി വ്ളോഗേ.